പരിശുദ്ധ റമദാനിൽ ഈ ചെറിയ വാക്ക് പറഞ്ഞു പോകല്ലേ കേട്ടോ. അത് നമ്മൾ പറഞ്ഞാൽ അള്ളാഹു നമ്മെ ശപിക്കും, അള്ളാഹുവിൻ്റെ കോപത്തിന് അർഹരാകും, റമദാൻ തിരിഞ്ഞുകുത്തും. ഡേഞ്ചറാണ് ആ വാക്ക്. പക്ഷേ ആ വാക്ക് പറയൽ ഭയങ്കര രസമായിട്ടാണ് നമ്മൾ കരുതിയിട്ടുള്ളത്. പക്ഷേ അപകടമാണ്. എന്താണ് ആ വാക്ക്, ഏതാണ് ആ വാക്ക്, എങ്ങനെ പറയലാണ് നമ്മുടെ ഈമാൻ കവർന്നെടുക്കുക? പഠിക്കേണ്ട നമുക്ക് 30,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സങ്കടങ്ങളൊക്കെ അവൻ മാറ്റിത്തരട്ടെ. അപ്പോൾ ഇന്ന് ഒരു വാക്ക് ഡേഞ്ചറാണ്. പക്ഷെ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് ആ വാക്ക് പറയൽ. പക്ഷെ അത് പറഞ്ഞാൽ അള്ളാഹ് നമ്മളെ ശപിക്കും, റമദാൻ നമ്മളെ വെറുക്കും, നമ്മുടെ ജീവിതം തകരാൻ അത് മതി, നമ്മുടെ ഈമാൻ തകരാൻ അത് മതി. പക്ഷെ ആ വാക്ക് ഏതാന്ന് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. പഠിച്ചോനെ, അത് നല്ലൊരു കാര്യമല്ലേ, അത് പറഞ്ഞാൽ പ്രശ്നമുണ്ടോ? ഏതാണ് ആ വാക്ക് എന്ന് പഠിക്കണം. എപ്പോഴും പറയുന്നത് പോലെ ഇത് എല്ലാവർക്കുമുള്ള ക്ലാസ് അല്ല, അള്ളാഹിനെ വേണ്ടവർക്ക് മാത്രമുള്ള ക്ലാസ്സാണ്. ഉൾക്കൊള്ളാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ നമുക്ക് ഒരുമിച്ചൊന്ന് പഠിക്കാം. അള്ളാഹു ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീക്ക് നൽകട്ടെ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താ പറയണത്? അശ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അല്ലാ ഇലാഹ, അല്ലാഹു അല്ലാതെ, അല്ലാഹ് ഇല്ലാതെ ഒരു ഇലാഹുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? നമ്മൾ പറഞ്ഞിട്ടാണോ? ഇതാരാ സാക്ഷ്യം വഹിക്കണേ? ഞാനോ? ഇല്ലേ? എനിക്ക് അവനല്ലാതെ ആരുമില്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. പഠിച്ചോനെ, എനിക്ക് നീയല്ലാതെ ആരുമില്ല. അല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ഞാരെങ്കിലുമൊക്കെ എൻ്റെ കൽബിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ പുറത്തു തന്നെ കേട്ടോ. മനസ്സിലായോ? എനിക്ക് നീയുള്ളൂ റബ്ബേ. നീയല്ലാത്ത ഒന്ന് എൻ്റെ കൽബിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം? കുറച്ച് തന്നെ വാസ്അലുക്കൽ ജന്ന, എന്നാലേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ. വഅഊദു ബിക മിനന്നാർ. നീ എൻ്റെ കൽബിലില്ലെങ്കിൽ എനിക്ക് മുഴുവൻ ടെൻഷനായിരിക്കൂട്ടോ. അല്ലാഹ് സംഗതി പിടി കിട്ടിയോ? നമുക്ക് മനസ്സിലാവുണ്ടോ? എനിക്ക് ആരേ ഉള്ളൂ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. എനിക്ക് നീ മാത്രമേ ഉള്ളൂ. അല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ഇനി ആരെങ്കിലും നീയല്ലാത്ത ഒന്ന്, സമ്പത്താകട്ടെ, മക്കളാകട്ടെ, കുടുംബാകട്ടെ, നിന്നെക്കാൾ മേലെ എൻ്റെ കൽബിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എനിക്ക് കുറച്ച് തന്നെ കേട്ടോ. അലുക്കൽ ജന്ന, സ്വർഗം ചോദിക്കാണ് ഞാൻ. ഈ ദുനിയാവിലെ സ്വർഗം എനിക്ക് ആദ്യം കിട്ടണം. അതെന്താ? സമാധാനം. അത് കിട്ടണമെങ്കിൽ എൻ്റെ കൽബിൽ എല്ലാത്തിനും മുകളിൽ ആരുണ്ടാവണം? നീ ഉണ്ടാവണം. വഅഊദു ബിക മിനന്നാർ. ടെൻഷൻ തരില്ല കേട്ടോ. ഒന്ന് കണ്ണടച്ചേ. ആ ഒരു പ്രണയത്തോടെ കൽബിൽ റബ്ബ് മാത്രമായിട്ടൊന്ന് ചൊല്ലിക്കേ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ഒരു ഉഷാറില്ലാത്ത പോലെ ഫീൽ ചെയ്യണ്ടല്ലോ. എന്ത് പറ്റി? ഉറങ്ങി പോണതാണോ? നിങ്ങളുടെ സൗണ്ട് ഒന്നും ഇങ്ങോട്ട് കേൾക്കണില്ലല്ലോ ഇവിടെ. ഒന്ന് ഉഷാറായിട്ട് ചൊല്ലിക്കുക, എല്ലാവരും കേൾക്കട്ടെ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്രണയം വന്നോ? ഇത് തല്ലി വരുത്തേണ്ട സാധനമല്ല. അള്ളാഹു ഇത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ അള്ളാഹിനെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞു. നമ്മൾ ഇഷ്ടത്തിന്റെ ചില അടയാളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പൊ ഒരാൾ എന്നോട് ചോദിച്ചു, ഉസ്താദേ, അപ്പൊ അള്ളാഹിനെ പേടിക്കണ്ടേ? സ്നേഹിച്ചാൽ മാത്രം മതിയോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്താണ്? സ്നേഹിച്ചാൽ മാത്രം മതിയോ? പേടിക്കണം. സ്നേഹിക്കണ്ടേ? സ്നേഹിക്കാൻ വേണം, പേടിക്കാൻ വേണം. അതിപ്പോ എങ്ങനെയാ? യഥാർത്ഥ സ്നേഹമുള്ളിടത്ത് പേടിയുണ്ടാവും. യഥാർത്ഥ സ്നേഹമുള്ളിടത്ത് അതെങ്ങനെയാണ് സ്നേഹമുള്ളിടത്ത് പേടി ഉണ്ടാവുക? ആർക്കെങ്കിലും പറയാവോ? എന്നെ പടച്ചോൻ പിടിച്ച് നരകത്തിൽ ഇടുമെന്നുള്ള പേടിയാണോ? ആണോ? അല്ലല്ല. അള്ളാഹുവിന്റെ മഹത്വം തിരിച്ചറിഞ്ഞാലുള്ളതിനാലുള്ള ഭയം. പടച്ചോന്റെ മഹത്വം അറിഞ്ഞപ്പോണ്ടായ ഒരു പേടി. സ്നേഹം കൂടുന്നതിനനുസരിച്ച് ഈ പേടിയും കൂടും. അതെങ്ങനെയാന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. ഉൾക്കൊള്ളൂ ഹൃദയം കൊണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ.
ലോ ക്ലാസ് മുഅ്മിനീങ്ങൾ 2-3 തരമുണ്ട്. അള്ളാനെ പ്രണയിക്കുന്ന ഏറ്റവും താഴേക്കിടയിലുള്ള സാധാരണക്കാരായ കുറച്ച് മുഹബ്ബീങ്ങൾ. അവരെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ സ്നേഹത്തോടൊപ്പം എന്തുണ്ട്? പേടിയുണ്ട്. എന്താ അവരുടെ പേടി? പടച്ചോനെങ്ങാനും എനിക്ക് സമ്മാനമായി തന്ന ഈ ഹിദായത്ത് എന്നിൽ നിന്ന് ഊരിക്കളയുമോ എന്നുള്ള പേടി. ഞാനിപ്പോ ആരാണ്? മുസ്ലിമാണ്. വെറും മുസ്ലിമല്ല, എന്റെ കൽബിൽ ഇപ്പൊ റബ്ബുണ്ട്. അവനെ സ്നേഹിക്കാനൊരു തൗഫീഖ് എനിക്ക് എന്റെ റബ്ബ് തന്നിട്ടുണ്ട്. ഈ ഹിദായത്തെങ്ങാനും എന്റെ റബ്ബ് എന്നിൽ നിന്ന് ഊരിക്കളയുമോ എന്നുള്ള പേടി. ആ വിഷയത്തിൽ അവൻ അള്ളാനെ ഭയങ്കര പേടിയാണ്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ്, ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, ഖിയാമത്ത് നാൾ വരുമ്പോ രാവിലെ മുഅ്മിനാകുന്ന മനുഷ്യൻ വൈകുന്നേരം കാഫിറായിട്ടുണ്ടാകും. വൈകുന്നേരം മുസ്ലിമായ മനുഷ്യൻ നേരം വെളുക്കുമ്പോഴേക്ക് കാഫിറായിട്ടുണ്ടാകും. അങ്ങനെ ഒരു കാലഘട്ടം വരാനുണ്ടെന്ന് സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹ്. ഇന്ന് രാവിലെ നമ്മളിങ്ങനെ എത്ര പേരാണ് എനിക്ക് വരുന്ന മെസ്സേജസിന് പോലും കൈ കണക്കൂല. ഇങ്ങനെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടു, യുക്തിവാദിയുടെയാണ്, ഈ പറയുന്നത് സത്യമാണോ? അള്ളാഹിനെ കുറിച്ച് ഇങ്ങനെയാണോ? റസൂലുള്ളാഹിനെ കുറിച്ച് ഇങ്ങനെയാണോ? മനസ്സിൽ ശൈത്താൻ കേറി മനസ്സിന് വസ്വാസം ഉണ്ടാക്കുക, ഈമാൻ തകർച്ചു കളയാ. അള്ളാഹിനെ പ്രണയിക്കുന്ന ഒരു മനുഷ്യന്റെ ആദ്യഘട്ട ദുആ, ആദ്യത്തെ പേടി എന്ന് പറഞ്ഞ എന്താണ്? പടച്ചോനെ, ഈ സമ്മാനമായി തന്ന ഹിദായത്ത് ഉണ്ടല്ലോ അല്ലാഹ്, എന്നിൽ നിന്ന് ഊരിയെടുക്കല്ലേ. അങ്ങനെ ഊരിയെടുക്കപ്പെടുമോ എന്ന പേടി. അതാണ് ആദ്യം ബേസിക് ആയിട്ടുള്ള ഒരു മുഹബ്ബിനുണ്ടാവുക. കുറച്ചും കൂടെ സ്നേഹം കൂടിയാൽ എന്ത് സംഭവിക്കും? കുറച്ചും കൂടെ സ്നേഹം കൂടിയാൽ പിന്നെ അവൻ ജീവിക്കുന്നത് ദിക്റിന്റെ ആനന്ദത്തിലായിരിക്കും. എന്തിന്റെ ആനന്ദത്തിലായിരിക്കും? ദിക്റിന്റെ ആനന്ദം. ഭയങ്കര രസമാണത്. ദുനിയാവിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവന്റെ കൽബിൽ എന്താണ്? ദിക്റുള്ളയാണ്. എന്താണ്? ദിക്റുല്ലാഹി മിഫ്താഹുൻ ലിബാബില്ലാഹി. കേട്ടിട്ടുണ്ടോ ആ പാട്ട്? എന്താണ്? ദിക്റുല്ലാഹി മിഫ്താഹുൻ. ദിക്റുള്ള താക്കോലാണ്. ദിക്റുള്ള താക്കോലാണ്. എല്ലാ ടെൻഷനെയും അകറ്റാൻ പറ്റിയ താക്കോലാണ് ദിക്റുല്ലാഹ്. അപ്പൊ അള്ളാഹനെ ഒരുപാട് സ്നേഹിക്കുന്ന 2ാം ഘട്ട മുഅ്മിന്റെ സ്വഭാവം എന്താ? അവൻ ജീവിക്കണത് ദിക്റിന്റെ ആനന്ദത്തിലായിരിക്കും. ഒരു ടെൻഷൻ വരുമ്പോ അവന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് ആരായിരിക്കും? അല്ലാഹ്. എനിക്കെന്റെ റബ്ബുണ്ട്, ഞാൻ എന്തിനു പേടിക്കണം? എനിക്കെന്റെ റബ്ബുണ്ട്, ഞാൻ എന്തിന് ടെൻഷൻ അടിക്കണം? ഈ ആനന്ദത്തിൽ നിൽക്കുന്ന മനുഷ്യനൊരു പേടിയുണ്ട്. എന്താണ് പേടി? പടച്ചോനെ, ഈ ദിക്റിന്റെ കൽബ് എന്നിൽ നിന്ന് മാറിപ്പോവൂ എന്നുള്ള പേടി. എനിക്കിപ്പോ ഒരു സന്തോഷമുണ്ട്. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ നിൽക്കുമ്പോ ഓടി വരുന്ന ഒരു ചിന്ത എന്താണ്? ആര് കൈവിട്ടാലും നീ എന്നോടൊപ്പമുണ്ടല്ലോ അല്ലാഹ്. ദിക്റുള്ളയാണ് അവന്റെ കൽബിലേക്ക് വരണത്. ഈ ദിക്റുള്ള എന്നിൽ നിന്ന് അകന്നു പോകുമോ എന്നുള്ള പേടി. ഇത് മുഅ്മിനിന്റെ സ്വഭാവമാണ്. ഇനി 3ാമത്, കുറച്ചും കൂടെ സ്നേഹം കൂടിയാൽ എന്താ സംഭവിക്കുക? അവരെ കുറിച്ച് പറയുന്നത് മുഖറബീങ്ങൾ എന്നാണ്. ആരാണ് മുഖറബീങ്ങൾ? അവരെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, وَأَمَّا إِن كَانَ مِنَ الْمُقَرَّبِينَ فَرَوْحٌ وَرَيْحَانٌ وَجَنَّةُ نَعِيمٍ. അള്ളാഹുവിന്റെ മുഖറബീങ്ങൾക്കാണ് സ്വർഗത്തിലെ എല്ലാ സന്തോഷങ്ങളും. ഇത് ഏത് സൂറത്തിലാണ്? ഏത് സൂറത്തിലാണ്? സവറരുത് കേട്ടോ. ഏത് സൂറത്തിലാണ്? وَأَمَّا إِن كَانَ مِنَ الْمُقَرَّبِينَ فَرَوْحٌ وَرَيْحَانٌ وَجَنَّةُ نَعِيمٍ. ഏതാണ്? ഏതാണോ ഞമ്മക്ക മറന്നു? ഏത് സൂറത്താ? അർ-റഹ്മാനിൽ ഇങ്ങനെ ഒരു ആയത്തുണ്ടോ? എവിടെയാണ്? സൂറത്തുൽ, ഞാൻ കേൾക്കണില്ല. ഇത് പണ്ട് ഞാൻ ക്ലാസ്സിൽ പിള്ളേരോട് ചോദിക്കുമ്പോഴുള്ള അവസ്ഥയാണ്. എല്ലാരും എന്നൊക്കെ പറഞ്ഞോളേ. വാക്യ മാഷാ അല്ലാഹ്, സൂറത്തുൽ വാക്യ ഡെയിലി ഓതേണ്ടതല്ലേ? പിന്നെ എങ്ങനെ ഈ സമാധാനം കിട്ടണത്? മുത്തുനബി ഓതാൻ പറഞ്ഞിട്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതിലൊരു ഉഷാറില്ല. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ മുഖറബീങ്ങൾക്കും ഉണ്ടാവും പേടി. എന്താ പേടി? അടുപ്പം കുറയോ എന്നുള്ള പേടി. എന്ത് പേടിയാ?
അടുപ്പം. അതായത് യഥാർത്ഥ സ്നേഹബന്ധാണെങ്കിൽ അവിടെ എന്തുണ്ടാവും? അവിടെ പേടിയുണ്ടാവും. ഈ അമ്മായിയമ്മ പോരിന്റെ കാരണം എന്താ? വല്ലാത്തൊരു ചോദ്യമാണ്. അമ്മായിയമ്മ പോരിന്റെ കാരണം എന്താ? പൊസസീവ്നെസ് ആണ്, ഒരുതരം പേടിയാണ്. എന്ത് പേടിയാ? എന്റെ മോനെ ഇവളെന്നിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകുന്നുള്ള പേടി അല്ലേ? 99.99% അമ്മായിയമ്മ പോരിന്റെ പ്രശ്നം അത് തന്നെയാണ് അല്ലേ? ഇവളെന്റെ മോനെ കെട്ടിയതിനു ശേഷം എന്റെ മോനെയും കൊണ്ട് ഇവള് പോവോ? പണ്ടത്തെ പോലെയല്ല. ഇപ്പൊ മോന് ഉമ്മാന്ന് വിളിക്കണില്ല, എടീന്ന വിളിക്കണത്, അവളെ വിളിക്കണത്. ചായ ഇപ്പൊ എന്നോട് ചോദിക്കണില്ല. സംഗതി അത്രയും നാള് വളർത്തിക്കൊണ്ടുവന്ന ഉമ്മയിൽ നിന്ന് അവനെ പറിച്ചെടുക്കുമോ എന്നുള്ള പേടിയിലുണ്ടാകുന്ന സാധനമാണ് ഇത്. എന്നാ ഇത് മനസ്സിലാക്കിയിട്ട് മരുമക്കൾ നിൽക്കണുണ്ടോ? ഞാൻ കെട്ടിക്കൊണ്ടെന്നാണ്, എന്നെ പിന്നെ വെറുതെ ഉണ്ടെന്നാണ് ഇങ്ങോട്ട്. ഞാൻ ഉണ്ടല്ലോ 50 പവൻ കൊടുത്തിട്ട് വന്നതാ. ഇതിന്റെ ആവശ്യമൊന്നുമില്ല. അവിടെ സിമ്പിളാണ്. ആ ലോജിക്ക് മനസ്സിലാക്കിയാൽ ലൈഫ് അടിപൊളിയാണ്. അതുകൊണ്ടാണ് ഈ പിള്ളേർക്കൊക്കെ കല്യാണത്തിന് മുമ്പ് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് കൊടുക്കണം എന്ന് പറയുന്നത്. അവിടെ ചെന്നിട്ട് ആ ഉമ്മാനെ ഒന്ന് പുന്നാരിച്ചിട്ട്, ഇല്ലേ, ഉമ്മാടെ മോന്റെ കാര്യം ഒന്നും എനിക്കറിയാൻ പാടില്ല, ഉമ്മ എന്നെ നോക്കണോട്ടാ എന്നൊക്കെ പറഞ്ഞ് എന്ത് സന്തോഷമായിരിക്കും തരും അവർക്ക്. അതൊരു എല്ലാം നമ്മൾ യുക്തിപരമായി ചിന്തിക്കരുത്. ഇതൊക്കെ മഹബത്തിന്റെ ലൈനിൽ പോണതാണ് അല്ലേ? എല്ലാം നമ്മൾ ചിന്തിക്കണത് യുക്തി കൊണ്ടാണ്. ഇതൊന്നും യുക്തി കൊണ്ട് അളക്കേണ്ട സാധനമല്ല. നമ്മുടെ കുടുംബജീവിതം തകരാനുള്ള മെയിൻ കാരണം എന്താ? എല്ലായിടത്തും കൊണ്ടുപോയി യുക്തി വെക്കും. യുക്തിയൊന്നും അവിടെ ഉപയോഗിക്കരുത്. അവിടെ ഓൺലി സ്നേഹം. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് മുത്തുനബി പേടിച്ചിട്ടുണ്ട്. ഏത് പേടി? റബ്ബ് എന്നിൽ നിന്ന് പോകും എന്നുള്ള പേടി. ആര്? 7 വാനങ്ങൾക്കപ്പുറം പോയി അള്ളാനെ കണ്ട ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ്. ഹൂദ് സൂറത്തിറങ്ങാൻ. ഹൂദ് സൂറത്തിറങ്ങുമ്പോ റസൂലുള്ള പറയാ, ശയ്യബത്നി ഹൂദുൻ. ഹൂദ് സൂറത്ത് എന്നെ വൃദ്ധനാക്കി, എന്റെ തലമുടി നരപ്പിച്ചു കളഞ്ഞു സയ്യിദുനാ റസൂലുള്ളാഹ്. എന്തേ കാരണം? അതിലൊരായത്തുണ്ട്, ഫസ്തഖിം കമാ ഉമിർത. ഞാൻ പറയുന്നിടത്ത് അടങ്ങി നിന്നോളണം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല. അള്ളാഹ് പറയാ, എന്താ പറയണേ? ഞാൻ പറയുന്നിടത്ത് അടങ്ങി നിന്നോളണം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല. ഈ ആയത്തോതിയപ്പോ മുടി പോലും നരച്ചുപോയി എന്ന് പറയാണ്. ആരാ പറയണേ? സയ്യിദുനാ റസൂലുള്ളാഹ്. നമ്മൾ എന്തോരം ഹൂദ് സൂറത്ത് ഓതി, എന്ത് അർത്ഥം, എത്ര വേണം അർത്ഥം പഠിച്ചു നമ്മളില്ലേ? എന്നിട്ട് എന്താ നമുക്ക് തോന്നിയത്? മറ്റൊരു സൂറത്തുണ്ട്, മറ്റൊരായത്തുണ്ട്, അലാ ഇന്ന സമൂദ കഫറൂ റബ്ബഹും അലാ ബുഅദൻ ലിസമൂദ്. സമൂദ് ഗോത്രം അല്ലാഹുവിനെ ധിക്കരിച്ചു, അവർ റബ്ബിന്റെ പൊരുത്തത്തിൽ നിന്ന് വലിച്ചെറിയപ്പെട്ടു. ഉടനെ നബിതങ്ങളുടെ മനസ്സിൽ ആദി, എന്റെ റബ്ബ് അവനിൽ നിന്ന് മാറ്റിക്കളയോ? നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ലോജിക്ക് വേണ്ടി. ആരാണ് ഈ പറയണത്? ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരായ സയ്യിദുനാ റസൂലുള്ളാഹ്. ആ മുത്തുനബി പോലും പേടിച്ചതെന്താ? എന്റെ റബ്ബ് എന്നിൽ നിന്ന് വിദൂരത്താകുമോ, എന്റെ റബ്ബ് എന്നിൽ നിന്ന് അകലുമോ? ആ പേടി ഉണ്ടായിരുന്നു സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലാവുണ്ടോ? അപ്പൊ ചുരുക്കി പറഞ്ഞാല്, സ്വർഗം വേണോ, അള്ളാനെ കിട്ടണോ, ഭയം കലർന്ന സ്നേഹം വേണം. പഠിപ്പിക്കുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹ്. ഖാല ബഅദുൽ ആരിഫീൻ. ആരിഫീങ്ങൾ പഠിപ്പിക്കുകയാണ്, മൻ അബദല്ലാഹ ബിമഹ്ലിൽ മഹബ്ബത്തി മിൻ ഗൈരി ഖൗഫിൻ. ചില ആൾക്കാരുണ്ട്, അവര് അള്ളാനെ പേടിക്കൂല, സ്നേഹം മാത്രമേ ഉള്ളൂ അവർക്ക്. സ്നേഹിച്ച് ഇറങ്ങി നടക്കാൻ അല്ലേ, ഭയങ്കര സ്നേഹം, ഞങ്ങൾക്ക് സ്നേഹം മതി, അള്ളാനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്ന ആളുകൾ ഹലക ബിസ്സബ്തി വൽ ഇദ്ലാൽ. അവര് കളിയിലും തമാശയിലുമായി നശിച്ചു പോകും. കളിയിലും തമാശയിലായി നശിച്ചു. അങ്ങനെയല്ലേ ചില പാട്ടുകളൊക്കെ നമ്മൾ കേൾക്കുമ്പോ, ഭ്രാന്തായാൽ എന്തു സുഖം, സക്കറാത്തുൽ മൗത്ത് എന്തു രസം. കേട്ടില്ലേ നമ്മള് അല്ലേ? സംഗതി അതിനൊരു അർത്ഥമുണ്ട്. ഏത് ഭ്രാന്ത്? അള്ളാഹുവിൽ ലയിച്ച് ഭ്രാന്തായാല് സക്കറാത്തുൽ ഹാല് ഭയങ്കര രസമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ചിരിച്ചും കളിച്ച് ഇസ്രായേൽ ഇങ്ങോട്ട് വാമുത്ത് എവിടെയിരുന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോവാ. പക്ഷെ അതിൽ പ്രണയത്തിനോടൊപ്പം എന്തുണ്ട്? പേടിയുണ്ട്. വെറും സ്നേഹം മാത്രമാണോ? അല്ല. അങ്ങനെ വെറുതെ സ്നേഹിച്ച് നടക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ആളുകളൊക്കെ കളിച്ച് ചിരിച്ച് തമാശകളും ചിരിക്കും, ഒരു ഗൗരവം ഉണ്ടാവൂല ജീവിതത്തിൽ. അവരങ്ങനെ നശിച്ചു പോകുമെന്ന് അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ. ഇനി വേറൊരു വിഭാഗം ഉണ്ട്, അവര് പറയണത് അള്ളാനെ പേടിച്ചാൽ മതി, സ്നേഹത്തിന്റെ ആവശ്യമൊന്നുമില്ല. മിൻ ഗൈരി മഹബ്ബത്തിൻ, പ്രണയമില്ലാതെ പേടിച്ചു മാത്രം ജീവിക്കുന്നവർ, ഇൻ ഖതഅ അൻഹു
ബിൽ ബുഅദ്, അള്ളാഹുവിൽ നിന്ന് അകന്നു പോയിട്ട് പടച്ചോനായിട്ടുള്ള ബന്ധം മുറിഞ്ഞു പോകും. ഇങ്ങനെ പേടി മാത്രമുള്ളവന് കൽബിൽ സ്നേഹമുണ്ടോ, അവൻ അള്ളായിട്ടൊരു ബന്ധം ഉണ്ടാവൂല, ബന്ധം അങ്ങ് മുറിഞ്ഞു പോകും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കൊരു മൂർഖം പാമ്പിനെ കാണുമ്പോഴുള്ള വികാരം എന്താണ്? പേടിയല്ലേടാ, പേടിയല്ലേ? മൂർഖം പാമ്പേ മുത്തുമണിയാന്നൊക്കെ ചോദിച്ചിട്ട് നമ്മള് പുന്നാരിക്കാൻ പോവോ? എന്തേ പോവാച്ച്? എന്തേ പോവാത്ത? എന്താ പോണതേ ഓർമ്മയുണ്ടാവുള്ളൂ അല്ലേ? ഇതിനേക്കാളും പേടിയല്ലേ നമുക്ക് പടച്ചോനെ? അല്ലേ? മൂർഖം പാമ്പ് കടിച്ച ദുനിയാവിൽ മരിക്കുള്ളൂ. നമ്മുടെ പേടി എന്താ? പടച്ചോൻ അല്ലേ? പടച്ചോൻ എന്ന് പറയുമ്പോ തന്നെ നരകത്തിലിട്ട് എന്നെ ഇങ്ങനെ കരിക്കാൻ കാത്തിക്കാണ് അല്ലേ? ഞാനങ്ങോട്ട് ചെല്ലേണ്ട താമസമുള്ളൂ. സബാനിയാക്കൾ ഇങ്ങനെ വന്ന് എന്നെ വലിച്ചഴിച്ചു. നരകം മാത്രമേ നമ്മുടെ മനസ്സിലേക്ക് വരണുള്ളൂ. അല്ല എന്ന സ്വർഗത്തെ നമ്മൾ മറന്നു. അല്ല എന്ന സ്വർഗത്തെ നമ്മൾ മറന്നു. അതുകൊണ്ടാണ് ആ പാട്ട് പോലും ഉണ്ടായത്. നമ്മൾ പാടാറില്ലേ, പാമ്പിനെ ഭയക്കുന്ന പോലെ? ഒന്ന് പാടിക്കേ. പാമ്പിനെ ഭയക്കുന്ന പോലെ നീ റബ്ബിനെ ഭയക്കേണ്ടടോ, ഉപ്പയെ പ്രിയം വെക്കും പോലെ നീ റബ്ബിനെ പ്രിയം വെക്കടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോ പേടിയില്ലാത്ത സ്നേഹം കൊണ്ട് നശിച്ചു പോകും. സ്നേഹമില്ലാത്ത പേടി കൊണ്ട് അള്ളാഹുവിൽ നിന്നവൻ അകന്നു പോകും. ഇനിയോ വമൻ അബദഹു മിൻ ത്വരീഖിൽ ഖൗഫി വൽ മഹബ്ബ, പേടിയുണ്ട്, സ്നേഹമുണ്ട്. അങ്ങനെ അള്ളാഹുവിനെ സ്നേഹിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അവനെപ്പോഴും അള്ളാന്റെ ദിക്റിലാണ്. അവന് അഹബ്ബഹുല്ലാഹ്, അവനെ ആര് സ്നേഹിക്കും? അള്ളാഹ് സ്നേഹിക്കും. വഖറബഹു, അവനെ ചേർത്ത് പിടിക്കും. വമക്കനഹു, അവന് വേണ്ടതൊക്കെ കൊടുക്കും. വഅല്ലമഹു, അവനെ അറിയേണ്ടതൊക്കെ അറിയിച്ചു കൊടുക്കും. അല്ലാഹു റബ്ബുൽ ആലമീൻ. സ്നേഹത്തിൽ പേടിയുണ്ടാകണം. നരകത്തിൽ കരിക്കുമോ എന്നുള്ള പേടിയാണോ? അല്ല. എന്റെ റബ്ബ് എന്നിൽ നിന്ന് അകലുമോ എന്നുള്ള പേടി, എനിക്ക് നൽകപ്പെട്ട ഹിദായത്ത് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടി, നാളെ എന്റെ റബ്ബിന്റെ മുമ്പിൽ ചെന്നിട്ട് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന റബ്ബിന്റെ മുമ്പിൽ നന്ദി കെട്ട അടിമയായി പോയി നിൽക്കേണ്ടി വരുമല്ലോ എന്നുള്ള പേടി, നാളെ എന്റെ റബ്ബ് അവന്റെ കാരുണ്യത്തിന്റെ ദർശനം എനിക്ക് തരുമോ എന്നുള്ള പേടി, എന്റെ മുഖത്തേക്ക് എന്റെ റബ്ബ് നോക്കുമോ എന്നുള്ള പേടി. അത് മുഅ്മിനിന്റെ സ്വഭാവമാണ് എന്ന് പഠിപ്പിക്കപ്പെടുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന്. അപ്പോ ആത്മീയമായ ഔന്നത്യം എന്ന് വെച്ചാൽ കൽപ്പനകളൊന്നും അനുസരിക്കേണ്ട, വെറുതെ അടിച്ചു പൊളിച്ച് നടന്നാൽ മതി. അങ്ങനെ പറ്റുമോ? പറ്റൂല. കുറെ കള്ളന്മാരുണ്ട്, കള്ളത്തൊരീക്കത്തുകാരുണ്ട്. അവരുടെ വാദം ശരീഅത്തൊന്നും വേണ്ട, ശരീഅത്തൊന്നും വേണ്ട, ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടന്നോ. ഞാൻ നിങ്ങളോട് സംഭവം പറഞ്ഞത് ഓർക്കുന്നില്ലേ? കഴിഞ്ഞ കൊല്ലം ഞാൻ ഇവിടെ പോയത് ചെട്ടിപ്പാളയെ തന്നെ ഒരു മക്ബറയിൽ വിളിച്ചുകൊണ്ടുപോയ സംഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ ഓർക്കുന്നില്ലേ? അത് ഇല്ലേ? ഓർക്കണില്ലേ? അവരെന്താ പറഞ്ഞ എന്നോട്? എന്റെ വാപ്പാടെ ആണ്ടാണ് ഉസ്താ, നീങ്കിയതാൻ ദ്വാ ചെയ്യണം, ദ്വാ മജ്ലിസിക്ക് നീങ്കിയതാൻ തലമൈ താങ്കി നടത്തണം, നിങ്ങൾ തന്നെ ദ്വാരക്കണം. ഞാൻ പറഞ്ഞു, അതുപോലെ തങ്ങന്മാരെ വിളിച്ചാ പോരെ? ഇല്ല, ഉങ്കടെ ദ്വാ അപ്പടി ഇപ്പടി എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ പൊക്കാൻ തുടങ്ങി. ഇങ്ങനെ ഡേറ്റ് ഒക്കെ കൊടുത്തു. എന്താ സംഭവിച്ചെന്ന് ഞാൻ പറയണില്ലല്ലോ. അവിടെ ഞാൻ കാത്തു നിന്നു. എന്നെ വന്ന് ബെൻസ് കാറിലൊക്കെ കൂട്ടിക്കൊണ്ടുപോയി. ഓടിയും ബെൻസും അതുപോലെ തന്നെ പൈലറ്റ് വാഹനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൂടെ വന്നവരൊക്കെ അതിലും ഇതിലൊക്കെ ആയിട്ട് കയറി. അവിടെ ചെന്നപ്പോ ചുവന്ന പരവതാനി വിരിച്ചിട്ട് അപ്പുറം ഇപ്പുറയിൽ നിന്ന് പൂക്കളൊക്കെ എറിഞ്ഞ് എന്നെ സ്വീകരിച്ചു. അവിടെ ചെന്നപ്പോ ഒരു മക്ബറ ഉണ്ട്. എന്റെ മനസ്സ് പറയാനാണ്, അങ്ങോട്ട് കയറണ്ട, ഇപ്പൊ കയറണ്ട. മഗ്‌രിബിന്റെ സമയമായി, ബാങ്ക് വിളി കേൾക്കുന്നുണ്ട്. യവന്മാരോട് ഞാൻ പറഞ്ഞു, വാ നിസ്കരിക്ക. നീങ്ക തൊഴുതുക്കുങ്കോ, നിങ്ങൾ നിസ്കരിച്ചോ? ഞാൻ അമ്പലത്തിൽ പോയിട്ട് വിളിക്കല്ലേ അവന്മാരെ, നിസ്കരിക്കാൻ പറഞ്ഞപ്പോ നിങ്ങൾ നിസ്കരിച്ചോളാൻ. ഞാനും എന്റെ കൂടെ വന്നവരും അവിടെ ഉണ്ടായിരുന്ന 1-2 പേരും ഇല്ലാതെ ഒറ്റ കുഞ്ഞ് നിസ്കരിച്ചിട്ടില്ല. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഒരു ആൽമരച്ചോട്ടിൽ കുറെ പേരിരുന്ന് ഇങ്ങനെ വീഡിയോ വലിക്കണം, ഭയങ്കര വീഡിയോ വലിയാണ്. ധാരാളം പുതിയൊരു ഐറ്റംസ് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ആൽമര വെച്ച് നീങ്ങിട്ട് ബാക്ക് സൈഡിലാ നടന്നപ്പോ കാണാൻ. അവങ്ങളെല്ലാം മസ്താന്മാർകൾ. അങ്ങനെ ഒരു മസ്താനുണ്ടോ? മസ്താനെ എന്നിട്ട് കിട്ടാത്തതിനാണ്. അപ്പൊ ഇവന്മാരിയ്ക്കണതിന്റെ ഇടയിൽ ഞാനും ചെന്ന് ഇങ്ങനെ ഇരുന്നു.
ഇവരാ ഒരു ശൈലി ഭയങ്കര അഹങ്കാരാണ്. എന്നോട് ചോദിച്ചു എവിടെന്നാ, അപ്പൊ ഞാൻ അതേട്ട് വേണ്ടി തന്നെ ഇവിടെ അടുത്തുന്നാ എന്ന് ഞാനും പറഞ്ഞു. എന്നിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾ എവിടെന്നാണ്? ഞങ്ങൾ ആലുവയിൽ നിന്നാണ്. അപ്പൊ സംഗതി എനിക്ക് എവിടെന്നാന്ന് മനസ്സിലായില്ലേ? ആലുവയിൽ എവിടെന്നാന്ന് അല്ലേ? ആ ദേശത്തു നിന്ന് തന്നെ കുറെ കള്ളന്മാർ അവിടെ ഉണ്ട്. പേര് ജീലാനി എന്നൊക്കെയാണ് അവരുടെ പേര്. അല്ലാ നമുക്ക് പുറത്തു തരട്ടെ. ഹൗസുള്ളമായിട്ട് എന്ത് ബന്ധം അവർക്കുള്ളത് ഒന്നാലോചിച്ചു. എന്നിട്ട് പിന്നെ റാത്തീബ് എടുത്തിയപ്പോഴും ഉമ്മാരെ കാണാനില്ലെന്നേ. ഞാനപ്പോ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ ത്വരീഖത്ത് എന്താണെന്നൊക്കെ കൃത്യമായിട്ട് വിശദീകരിച്ചു കൊടുത്തു. ഇറങ്ങാൻ നേരത്തുണ്ടായ രസമൊക്കെ നിങ്ങളോട് പറഞ്ഞില്ലേ? ഓടിയില്ല, ബെൻസുമില്ല, പൈലറ്റ് കാറുമില്ല, AC പോലും ഇല്ലാത്തൊരു ഇന്ത്യയിലാണ് എന്നെ കൊണ്ടുവന്നാക്കിയത് അവന്മാർ. ഞാൻ പറഞ്ഞു ഇന്ത്യക്കായാലും വേണ്ട എന്തിക്കായാലും വേണ്ടൂല, അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി. ഈ ജാതി കൊള്ള സംഘത്തിന്റെ ഇടയിലാണ് പോയി പെട്ടുകൊടുത്തത്. പിറ്റേന്ന് കേൾക്കണ വർത്താനം എന്താ? ഷാഫി ഉസ്താദാവൻ ചിന്നപ്പയ്യൻ ലൂസു പയ്യൻ എന്ന് പറഞ്ഞ ഭ്രാന്തൻ, അവനൊന്നും അറിയാൻ പാടില്ല. ഒന്നാലോചിക്ക്. ഇമാരാണ് ത്വരീഖത്ത്. അത് തെറീക്കത്താണ്, ത്വരീഖത്തല്ല. വാടുത്ത തെറിയ പറയുള്ളൂ. എന്നാ ഹക്കായ ത്വരീഖത്തുണ്ട്. അതെന്താ? അത് ശരീഅത്തിന്റെ പൂർത്തീകരണമാണ്. ശരീഅത്തിന്റെ ലദ്ദത്ത് അനുഭവിക്കാൻ, സുഖം അനുഭവിക്കാൻ കഴിയുന്നത് ത്വരീഖത്തിലാണ്. ആ ത്വരീഖത്തിന്റെ മശായിഖന്മാരാണ് മഹാനായ സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറ, അഹ്മദ് അൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറ, അഹ്മദ് അൽ ബദവി, ഇബ്രാഹിം അദ്ദസൂഖി, ഇവരുടെ ഒക്കെ പേരിൽ വ്യാജന്മാരുണ്ട്. അതാ രസം. ഞങ്ങൾ ഖാദിരിയ ത്വരീഖത്താന്ന് പറഞ്ഞ് കുറെ എണ്ണം വരും. ഭൂരിഭാഗവും കള്ളന്മാരായിരിക്കും. അള്ളാഹു നമ്മുടെ ഈമാനിന് കാവൽ നൽകുമാറാകട്ടെ. അപ്പൊ ഇങ്ങനെ അതില് നിസ്കാരമൊന്നും വേണ്ടവർക്ക് ഇവര് പിന്നെ അതായത് ഖുർആനിലൊരു ആയത്തുണ്ട്, വഅ്ബുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. നേരെ അർത്ഥം വെച്ചാല് നിങ്ങൾക്ക് ഉറപ്പ് കിട്ടുന്നത് വരെ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക. എന്താ അർത്ഥം? നിങ്ങൾക്ക് ഉറപ്പ് കിട്ടുന്നത് വരെ നിങ്ങൾ, ഞങ്ങൾക്ക് ഉറപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾ ഇനി നിസ്കരിക്കൂല, നിങ്ങൾ ഇവിടെ നിസ്കരിച്ചു. എന്താ ചെയ്യേണ്ടവന്മാരൊക്കെ? ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട് ഉറപ്പ് കിട്ടുന്നവരെ ആരാധിക്കാനാണ്. ഞങ്ങൾക്ക് നേരത്തെ ഉറപ്പ് കിട്ടി, നിങ്ങൾക്ക് ഉറപ്പ് കിട്ടിയിട്ടില്ല, നിങ്ങൾ നിസ്കരിച്ചോ. ആയത്തിന്റെ അർത്ഥം എന്താ? നിങ്ങൾ മരിക്കുന്നത് വരെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം. യഖീൻ ഏതുറപ്പിനെ കുറിച്ചാണ് സംസാരം? മരണമെന്ന ഉറപ്പിനെ കുറിച്ചാണ്. യുവമാരെ അർത്ഥം വെക്കണ പോലോ. അപ്പൊ എല്ലാവർക്കും തെളിവെന്താണ്? ഖുർആൻ. അള്ളാഹു നമ്മളെ ഹക്കിൽ അടിയുറച്ചു നിൽക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. അപ്പോ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാം. അതിൽ അള്ളാഹിനോടുള്ള പ്രണയവും അള്ളാഹുവിലുള്ള ഭയവും എല്ലാം കൂടെ സമ്മിശ്രമായി അതിരറ്റ മഹബത്തോടെ ജീവിച്ചാൽ നമുക്കാണ് സ്വർഗം. അള്ളാഹിന്റെ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ്. ഈമാനുള്ളവന് പേടിയുണ്ടാവൂല. എന്ത് പേടിയാൻ? മക്കളെ പറച്ചും കെട്ടിക്കൂലേ? ആ പേടിയാണോ? ഈമാനുള്ളവന്റെ പേടി അതാണോ? ഞാൻ കടക്കാരനായി മരിച്ചു പോവോ? കടം വീട്ടാതെ ഞാൻ മരിക്കുവോ? ഇതാണ് പേടി. ഈ പേടിയല്ല അവന് എന്റെ റബ്ബ് എന്നിൽ നിന്ന് അകലുമോ എന്നുള്ള പേടി, എന്റെ റബ്ബ് എന്നെ തിരിഞ്ഞു നോക്കാതിരിക്കുമോ എന്നുള്ള പേടി, എന്റെ മനസ്സിൽ നിന്ന് എന്റെ റബ്ബിനെ കുറിച്ചുള്ള ചിന്ത നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടി. ഈ പേടി മുത്തഖീങ്ങളുടെ ഭയമാണ്. അള്ളാഹിനോട് സ്നേഹമുള്ളതിന്റെ മറ്റൊരടയാളം എന്താണെന്നറിയോ? കച്മാനുൽ ഹുബ്ബി വജ്തിനാബുദ് ദഅവ. കച്മാനുൽ ഹുബ്ബി വജ്തിനാബുദ് ദഅവ എന്ന് പറഞ്ഞാൽ എനിക്ക് അള്ളാഹിനെ ഇഷ്ടമാണ് എന്ന് തുറന്ന് പറയൂല, പരസ്യമായിട്ട് പറയൂല. ഇതെന്തിന്റെ അടയാളാണ്? അള്ളാഹിനോടുള്ള മനസ്സിലായില്ല. എനിക്ക് ആരെ ഇഷ്ടമാണ്? ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് നടക്കൂ. അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണെങ്കിൽ എനിക്ക് എന്തില്ല? യഥാർത്ഥ സ്നേഹം ഇല്ല. സ്നേഹത്തിനൊരു സ്വഭാവമുണ്ട്, രഹസ്യമാക്കി വെക്കലാണ് സ്നേഹത്തിന്റെ സ്വഭാവം. എനിക്കെന്റെ ഭാര്യയെ ഇഷ്ടമാണ്. ഇത് ആരും തമ്മിലുള്ള സ്നേഹമാണ്. ഞാനും എൻ്റെ ഭാര്യ, ഞാനിവിടെ വന്നിരുന്നുണ്ട്, എടാ ഞാനിന്ന് എൻ്റെ ഭാര്യയ്ക്ക് ഒരു ചുരിദാർ മേടിച്ചു കൊടുത്തു, ഞാനിന്ന് എൻ്റെ ഭാര്യയ്ക്ക് ഒരു ഐസ്ക്രീം മേടിച്ചു കൊടുത്തു. ഇത് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമുണ്ടോ? അങ്ങനെ പറയുകയാണെങ്കിൽ എന്നെന്തിനുള്ള? ഞാൻ പ്രസംഗത്തിന്റെ ഇടയിൽ എനിക്ക് അള്ളാഹനെ ഭയങ്കര ഇഷ്ടമാണ്, അതിലും മോശമല്ലേ ഇത്? എനിക്ക് അള്ളാഹനെ ഇഷ്ടമാണെങ്കിൽ അത് ഞാനും എൻ്റെ റബ്ബും തമ്മിലുള്ള ഇടപാടാ. അത് നിങ്ങളുടെ മുമ്പിൽ പൊങ്ങച്ചം കാണിക്കാനുള്ള സംഗതിയല്ല. അങ്ങനെ ചെയ്യുന്നുണ്ടോ അവന് യഥാർത്ഥ ഹബ്ബില്ല. യഥാർത്ഥ ഹബ്ബില്ല. ഉമ്മാനോട് വാപ്പാനോട് നമുക്ക് സ്നേഹമുണ്ട്, അത് നമ്മൾ അവരും തമ്മിലുള്ള ഇടപാടാണ്. അത് പറഞ്ഞുകൊണ്ട് നടക്കുന്ന സ്വഭാവം അത് സ്നേഹമില്ലാത്തതിന്റെ അടയാളമാണ്. സിർറും മിൻ അസ്റാരിൽ ഹബീബ്. സ്നേഹത്തിന്റെ സ്വഭാവം രഹസ്യമാക്കി വെക്കലാണെന്നാണ്. ആ സ്നേഹം വെളിപ്പെടുത്തുന്നവർ
ചില ആൾക്കാരുണ്ടല്ലോ, ചിലർ പറയും എനിക്കെൻ്റെ മക്കളെക്കാള്, എനിക്കെൻ്റെ ഭാര്യയെക്കാള്, കുടുംബത്തെക്കാളൊക്കെ എനിക്കിഷ്ടം അല്ലാഹനെയാണ്. അങ്ങനെ വാദിക്കുന്നവനെ കുറിച്ച് ആരിഫീങ്ങൾ പറഞ്ഞത് അവൻ വെറുക്കപ്പെട്ടവനാണ്. അവനാരാണ്? വെറുക്കപ്പെട്ടവനാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കേണ്ട സംഗതിയല്ല അത്. ദുന്നൂനുൽ മിസ്രി എന്ന് പറയുന്ന ഒരു മഹാനുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ദുന്നൂനുൽ മിസ്രി ഈജിപ്തുകാരനായ വലിയ മഹാനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഒരു പ്രഭാഷകനെ കുറിച്ച് ഇങ്ങനെ പറയപ്പെടുന്നുണ്ട്. ദുന്നൂനുൽ മിസ്രിയോട് പറഞ്ഞു, ശൈഖ് അവർകളെ, ഒരു പ്രഭാഷകൻ ഭയങ്കര പ്രസംഗാണ്, മൂപ്പരെപ്പോഴും പുള്ളിയുടെ അള്ളാഹിനോടുള്ള സ്നേഹത്തെ കുറിച്ച് ഇങ്ങനെ വിവരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ദുന്നൂനുൽ മിസ്രി ഇയാളെ കാണാൻ പോവാണ്. അവിടെ ചെല്ലുമ്പോ ഫറആഹു മുബ്തലം ബിബലാ, എന്തോ രോഗം വന്നിട്ട് വേദന സഹിക്കാൻ പറ്റാണ്ട് മൂപ്പര് ഇരിക്കുകയാണ് അവിടെ. ആര്? ഈ പ്രസംഗിക്കുന്ന ആളെ. അപ്പൊ ദുന്നൂനുൽ മിസ്രി തങ്ങൾ പറഞ്ഞു, മോനെ, റബ്ബിനെ സ്നേഹിക്കുന്നവൻ പ്രയാസമുള്ള സമയത്തും വേദന കാണിക്കൂല എന്ന് പറഞ്ഞു. പ്രയാസമുള്ള സമയത്തും വേദന ഉണ്ടെന്ന് കാണിക്കൂല, വേദന അവൻ അനുഭവിക്കൂല. ഇപ്പൊ മൂപ്പരുടെ മറുപടി ആ രസം. അങ്ങനെയല്ല, റബ്ബിനെ സ്നേഹിക്കുന്നവന് വേദനയും ഒരു സുഖാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? മൂപ്പര് ഉപദേശിച്ചപ്പോ മൂപ്പര് അതിലും വലിയ ഉപദേശം തിരിച്ചു കൊടുക്കണം ആളായിട്ടെ. മൂപ്പരോട് പറഞ്ഞെന്താ? റബ്ബിനെ സ്നേഹിക്കുന്നവന് വേദന പോലും, അങ്ങനെ ഒരു സംഗതി പോലും ഇല്ല, അവന് വേദന പോലും ഇല്ല. അപ്പൊ ഇവൻ തിരിച്ചു മറുപടി കൊടുക്കണം, അങ്ങനെയുള്ളത് വേദന ഇല്ലാന്ന് മാത്രമല്ല, അതൊരു സുഖമാണ്. അഹങ്കാരത്തിന്റെ വർച്ചാനം ഇല്ല, എനിക്കറിയാം ഞാനാണ് സ്നേഹിക്കണതെന്ന് കാണിക്കാൻ. അപ്പൊ ദുന്നൂനുൽ മിസ്രി തങ്ങൾ പറഞ്ഞു, അള്ളാനെ ഇഷ്ടപ്പെടുന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നവൻ ഫാസിഖാണ്, യഥാർത്ഥ സ്നേഹമില്ലാത്തവനാണ്. ആ വാക്ക് കേട്ട ഉടനെ അദ്ദേഹം പറയാണ്, അസ്തഗ്ഫിറുല്ലാഹ് വ അതൂബു ഇലൈഹി, ഞാൻ അള്ളാഹിനോട് തൗബ ചെയ്യാൻ ഞാൻ ഒരുപാട് തവണ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്, അത് തെറ്റാണെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. ആയിഷ ബീവി പറഞ്ഞില്ലേ, നിങ്ങൾ സുന്നത്ത് നോമ്പ് പിടിക്കുമ്പോ ഇടക്കിടക്ക് മുഖം കഴുകണം, ഇടക്കിടക്ക്, എന്നിട്ട് ഇടക്ക് മുടിയിൽ എണ്ണയൊക്കെ ഒന്ന് തടവിക്കൊടുത്ത് മുടിയൊക്കെ ചീക്കി ഭംഗിയാക്കി നടക്കണം. എന്തിനാ അത്? നിനക്ക് നോമ്പാണെന്ന് നാട്ടുകാരറിയാതിരിക്കാൻ. നോമ്പ് പിടിച്ച് കഴിഞ്ഞാൽ മുഖത്തൊരു ക്ഷീണവും ചുണ്ടൊക്കെ ഇങ്ങനെ വരണ്ടൊക്കെ ഇരിക്കൂലേ? അപ്പൊ നീ എന്ത് ചെയ്യണം? ഒന്ന് മുഖമൊക്കെ കഴുകിയിട്ട് മുടിയൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് ഈരിയിട്ട് ജനങ്ങളുടെ മുമ്പിൽ ചിരിച്ചു കളിച്ച് നടന്നോളണം. അത് നീയും നിന്റെ റബ്ബും തമ്മിലുള്ള രഹസ്യമായ ഇടപാടാണ്. സ്നേഹമാണ് നോമ്പിലുള്ളത്. എന്റെ റബ്ബിന് വേണ്ടി പട്ടിണി, എന്റെ റബ്ബിന് വേണ്ടി നോമ്പ്, അത് നാട്ടുകാരോട് പറയാനുള്ളതല്ല. നമ്മളാണ് ഈ വെറുതെ ഇങ്ങനെ ചെന്നുകൊണ്ട് ഇന്ന് തിങ്കളാഴ്ച ആയിട്ടെ സുന്നത്ത് നോമ്പിന്റെ ഒരു ഇടങ്ങേറേ. നമ്മളെപ്പോഴും റമദാനൊക്കെയാണെങ്കിൽ കുഴപ്പമുണ്ടാവൂല, ഈ ഗ്യാപ്പ് വിട്ട് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയൊക്കെ വന്ന് ഇങ്ങനെ നോമ്പ് പിടിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടല്ല, നല്ല ചൂടാണ്. ഓഹ് എന്താലേ. അപ്പൊ നമ്മൾ ചിന്തിക്കണം, നിങ്ങൾ തിങ്കളാഴ്ച നോമ്പൊക്കെ പിടിക്കുമല്ലേ, അവന്റെ നോമ്പ് കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയപ്പെടും. ഷഫീഉനാ റസൂലുള്ളാഹ്. എന്തിനാത്? അത് അള്ളാഹും നമ്മളും തമ്മിലുള്ള ഒരു ബന്ധം. ഇതുപോലെ എനിക്കെന്താനും ഭയങ്കര ഇഷ്ടമാണ് എന്ന് വാദിക്കുന്നവനെന്ന് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നിന്ന് വെച്ചാൽ. എന്നാൽ ചില ആളുകൾക്ക് പറയാം, അതാരാ? അവര് അള്ളാഹുവിൽ ലയിച്ച് മസ്തായ ആളുകൾ. മസ്താന്മാര് എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. അത് കള്ളന്മാരല്ല. എങ്ങനെ? പലയിടങ്ങളിലും 99% കള്ളന്മാരെയാണ് നമ്മൾ കാണുന്നത്. ഒരു പച്ച ഷാളൂട്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കണം, മസ്താൻ എന്ന് പേരിടും. ഇതല്ല. സ്വഹീഹായ ഹദീസിൽ കാണാം, റുബ്ബ അശ്ഗസ അഗ്ബറ, ശരീരം മുഴുവൻ അഴുക്കുപുരണ്ട, മുടി ജട പിടിച്ച ഒരു വിഭാഗം അടിമകൾ അള്ളാഹുവിനുണ്ട്. മദ്ഫൂഇൻ ബിൽ അബ്വാബ്, വാതിൽക്കൽ ചെന്നാൽ ആട്ടി ഓടിക്കാൻ തോന്നും നമുക്ക്. അങ്ങനെ ചില അടിമകൾ അള്ളാഹുവിനുണ്ട്. ലൗ അഖ്സമ അലല്ലാഹ്, അവരെങ്ങാനും അള്ളാനെ സത്യം ചെയ്ത് വല്ലതും പറഞ്ഞാൽ ലഅബറഹു, ആ നിമിഷം അള്ളാഹു അത് നടപ്പാക്കി കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. അങ്ങനെ ചില അടിമകൾ അള്ളാഹ്ക്കുണ്ട്. അവരുടെ വേഷം കെട്ടിയിട്ടാണ് ഈ കള്ളന്മാരിങ്ങനെ നടക്കണത്. ഇരിക്കട്ടെ. അപ്പൊ അള്ളാഹുവില് ലയിച്ചു നിൽക്കണ സമയത്ത് ചില ആളുകളൊക്കെ അങ്ങനെ പറയും. അത് തെറ്റല്ല, അത് മഅദൂറാണ്. അതിന് കാരണമുണ്ട് അല്ലേ? അള്ളാഹുവിൽ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും ഓർമ്മ ഉണ്ടാവൂല. സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി അവിടുന്ന് പാടുന്നുണ്ട്, അദാബി റാഹതി ദാഇ ദവാഇ വഹാലി ഫീ ത്വരീഖിൽ മുശ്കിലാതി. പഠിച്ചോനെ, നീ എന്നെ അദാബിലാക്കിയാലും എനിക്ക് ഭയങ്കര സന്തോഷമാണ് ട്ടല്ലാ. നീ എനിക്ക് രോഗം തന്നാൽ ആ രോഗം തന്നെയാണ് പഠിച്ചോനെ മരുന്ന്. നീ എന്നെ അദാബിലാക്കിയാല് എനിക്ക് ഭയങ്കര സന്തോഷാണല്ലാ. നീ എനിക്ക് രോഗം തന്നാലോ ആ രോഗം തന്നെയാണ് മരുന്ന്. ഹദീസിലില്ലേ, രോഗം തരുന്നത് എന്തിനാ? നമ്മുടെ പാപങ്ങളെ കരിച്ചു കളയാൻ, നമ്മുടെ ദറജ ഉയർത്താൻ. അപ്പൊ രോഗം എന്താണ്? ശരിക്കും മരുന്നാണ്.
രോഗം മരുന്നാണ്. എന്നാ അങ്ങനെ ആരെ ചിന്തിക്കണേ? ജിലാനി തങ്ങൾ പാടാൻ അദാബി റാഹത്തി ദാഇ ദവാഇ, എനിക്ക് നീ എന്ത് പരീക്ഷണം തന്നാലും എനിക്ക് ഭയങ്കര സന്തോഷാണല്ലാ. ഏത് ഹാലില പാടുന്നേ? അള്ളാഹുവിൽ ലയിച്ച് മതിമറന്ന് നിൽക്കുന്ന അവസരത്തിൽ. അങ്ങനെ അല്ലാത്ത അവസരങ്ങളിൽ പാടുന്നത് തെറ്റുമാണ്. ഇനി അങ്ങനെ അല്ലാത്തൊരവസരത്തിൽ ഒരാൾ വാദിക്കുകയാണ്, എനിക്ക് അള്ളാഹിനോട് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ വാദിക്കുന്നവൻ അത് ഹുബ്ബിലുള്ള ശിർക്കാണ്. ഹുബ്ബിലുള്ള ശിർക്കാണ്. അത് കേവലം വാദം മാത്രമാണ്. ഉള്ളിലാരാ? മറ്റു പലരുമാണ്. ഇങ്ങനെ വാദിച്ച് നടക്കണവന്റെ ഉള്ളിൽ അല്ലാഹ് ഉണ്ടാവോ? ഇല്ല. അവൻ ഹുബ്ബിൽ ശിർക്ക് ചെയ്ത മുശ്രിക്കാണ്. എല്ലായിടത്തും ഉണ്ട് ശിർക്ക്, എല്ലായിടത്തും ഉണ്ട് ശിർക്ക്. അപ്പൊ ഹുബ്ബിലെ ശിർക്ക്, അള്ളാഹിനോട് എനിക്ക് ഇഷ്ടമുണ്ട് എന്ന് വെറുതെ വായ കൊണ്ട് ഇങ്ങനെ വാദിച്ചുകൊണ്ട് നടക്കലും ഖൽബിൽ ഹുബ്ബില്ലാതിരിക്കലുമാണ്. അവനൊരിക്കലും അള്ളാഹിനെ ആസ്വദിക്കാൻ പറ്റൂല. അള്ളാഹിനെ ആസ്വദിക്കാൻ പറ്റൂല. രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് പറഞ്ഞു. ഒന്നെന്താ പറഞ്ഞു? അള്ളാഹിനോട് വെറുതെ സ്നേഹം മാത്രമല്ല, ആ സ്നേഹം യഥാർത്ഥമാണെങ്കിൽ അള്ളാഹിനോട് എന്തുണ്ടാവും? പേടിയുണ്ടാവും. പിന്നെ പറഞ്ഞെന്താണ്? സ്നേഹമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കലല്ല, അള്ളാഹുവുമായി അനുഭവിച്ചറിയലാണ്. ഇതാണ് മഹബത്ത്. ഇതാണ് മഹബത്ത്. അനുഭവിച്ചറിയണ്ടേ നമുക്ക്? അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാ. അപ്പം എല്ലാവർക്കും മനസ്സിലായില്ല ആ വാക്ക് ഏതാണെന്ന്. ഖൽബിൽ മഹബത്തില്ലാതെ വെറുതെ വായ കൊണ്ട് എനിക്ക് അള്ളാഹിനെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുന്ന ആ വാക്ക് ഡേഞ്ചറാണ്. നമ്മുടെ ഈമാൻ വരെ കവർന്നുകൊണ്ട് പോകുന്ന വാക്കാണ്. ഖൽബിലില്ലാതെ നമ്മളിങ്ങനെ വാ കൊണ്ട് വെറുതെ പറഞ്ഞ് നടക്കുകയാണെങ്കിൽ അള്ളാഹിൻ്റെ കോപത്തിന് കാരണമാണ്, നമ്മുടെ ഈമാൻ തകരാൻ പോലും കാരണമാണ്. എന്നാൽ യഥാർത്ഥ മഹബത്തുണ്ടെങ്കിൽ അവനങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കൂല. ഇനി ചില ആളുകൾ ആ ഒരു ഹാല് മാറി അള്ളാഹുവിലേക്ക് ലയിച്ചു കൊണ്ട് പറയുന്നതിനോ അതിന് കുഴപ്പമില്ല. അപ്പോൾ അള്ളാഹിനെ പ്രണയിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇന്നത്തെ സിമ്പിളായൊരു ചോദ്യം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോഴേ ഒരു സ്വഹാബി എൻ്റെ മുത്തുനബി ഇല്ലാത്ത നാട്ടിൽ എനിക്ക് നിൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് നാട് വിട്ടുപോയിട്ടുണ്ട്. ആ സ്വഹാബി പിന്നെ മദീനത്തേക്ക് തിരിച്ചു വരുന്നത് മുത്തുനബി സ്വപ്നത്തിൽ വിളിക്കുമ്പോഴാണ്. ആരാണ് ആ സ്വഹാബി? കമൻറ്റ് ചെയ്യല്ലോ. പിന്നെ നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്കൊക്കെ പലരും ഹദിയ ചെയ്യുന്നുണ്ട് പാവപ്പെട്ട 2 കുടുംബങ്ങളെ ചേർത്ത് പിടിക്കാൻ. അള്ളാഹു എല്ലാവർക്കും ഹൈറും ബർക്കത്ത് നൽകട്ടെ. പിന്നെ കൃത്യം 5:30 മണിക്ക്, ഇന്നലെയും മിനിയാന്നൊക്കെ 4:30 മണിക്കായിരുന്നു, വലിയ മജ്ലിസ് ആയതുകൊണ്ട് ഇന്ന് ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ച രാവിലെ ചെറിയൊരു മജ്ലിസ് കൃത്യം 5:30 മണിക്ക് നമ്മുടെ ചാനലിലുണ്ടാവും. അപ്പോൾ എല്ലാവരും പങ്കെടുക്കണം, തിരക്കുകളൊക്കെ മാറ്റിവെച്ച് പങ്കെടുക്കണം. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അപ്പോൾ വലിയൊരു ദുആ ഇപ്പോൾ ഇല്ല, കാരണം ഇത്ര സമയം നിങ്ങൾക്ക് വൈകി കിട്ടിയോ, സമയം ഇത്ര വൈകിപ്പോയല്ലോ. അപ്പോൾ ഒരു ബുദ്ധിമുട്ട് വേണ്ട. ഇൻഷാ അല്ലാഹ് വൈകുന്നേരം 5:30 നമുക്ക് ദുആ ഇറക്കാം. ഏതായാലും ഈ സദസ്സിൽ നമ്മൾ പങ്കെടുത്തതിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ കൽബിൽ മഹബത്ത് തരട്ടെ. മഗ്ഫിറത്തിൻ്റെ പത്തിൽ മഗ്ഫിറത്ത് ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഏത് മുറാദ് വെച്ചുകൊണ്ടാണോ ഈ സദസ്സിൽ പങ്കെടുത്തത് ആ മുറാദെല്ലാം അള്ളാഹു ഹാസിലാക്കി തരട്ടെ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.